പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പോയി മേടിക്കാൻ പറ്റും. ഒരു 6 മാസത്തോളം പുറത്തെ പണികളൊക്കെ കഴിഞ്ഞ് ശുചീകരണ വേലയിലാണ് അപ്പ. ഇത്രയും നാളെ നിങ്ങൾ ക്ഷമിച്ചില്ലേ? അപ്പൊ പറയാൻ വന്ന കാര്യം ടോപ്പിക്ക് വലിയ മഴയ്ക്ക് മുമ്പ് പറയാം. ഗേറ്റ് വെക്കണേന് മുമ്പ് തന്നെ അപ്പ ഇതിന്റെ കളർ ഫിക്സ് ചെയ്തായിരുന്നു. കഴിഞ്ഞ ഗേറ്റ് വെച്ച വീഡിയോയിൽ ഒരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അത് എന്താ അവിടെ വാട്ടർ ടാങ്ക് വെച്ചേക്കണേന്ന്. ഇന്നാളൊരു വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് കണ്ടായിരുന്നേ, നിങ്ങൾ എന്തിനാണ് ഗേറ്റ് തുറന്നിടണേന്ന്. ഒരു ദിവസം അതൊരു രസകരമായ അനുഭവം. ഇതെന്തിനാ ഇവിടെ ഇങ്ങനെ ഈ ഓട് ഇട്ടിരിക്കുന്നേ? അത് ഓടങ്ങ് പൊട്ടിച്ച് ഇതുപോലെ ചീളുകളാക്കിയിട്ട് ആ ഗ്യാപ്പിലിടാനായിട്ട്. എന്നിട്ട് അതിന്റെ മേലെ മണ്ണിട്ടാല് അതങ്ങ് സെറ്റായിക്കോളും. അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെ ഒന്ന് ഇറങ്ങി ആ ഇടുക്കിലേക്ക് ചാടുമ്പോ ആ വാർക്കയുടെ അറ്റം പൊട്ടും. അങ്ങനെ പൊട്ടി 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 അത് മുഴുവനും ഇതായിപ്പോവും. ഈ ഓട് ഇങ്ങനെ പൊട്ടിച്ചിടും ഇതിന്റെ ഇടയില് ഇതുപോലെ. എന്നിട്ട് അതിന്റെ മേലായിട്ട് മണ്ണിടും. മണ്ണിടുമെങ്കിൽ കുഴപ്പമില്ല. മണ്ണിട്ട് കഴിഞ്ഞിട്ട് ഈ മഴയത്ത് അത് ശരിക്കും ഉള്ളിലേക്ക് ഇറങ്ങിക്കോളും. സെറ്റാവും. കണ്ടോ? ഗേറ്റ് നമ്മൾ വാർക്കൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഗേറ്റിന്റെ പ്രമിസസ്. അപ്പോൾ അത് ഇപ്പോൾ വാർത്തു. ഇനി പുല്ലൊന്നും പിടിക്കില്ല. അപ്പയ്ക്ക് ഇവിടെ അളവ് പിടിക്കാനാണ്. ഇതാണ് അപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഓട് മൊത്തം പൊട്ടിച്ചു വാർക്കയുടെ വരിപ്പിലിടാനായിട്ടേ. വാർക്കയും മണ്ണും കൂടെ ചേരുന്ന ആ ഭാഗത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ വാർക്കയിലേക്ക് വണ്ടി കയറിയിട്ട് പെട്ടെന്ന് മണ്ണിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ഒരു വരിപ്പുണ്ടാവുമല്ലോ വാർക്കയുടെ. അപ്പോൾ ആ ഒരു വരിപ്പിൻ്റെ അവിടെ പിന്നെ കുറേ ഇങ്ങനെ വണ്ടി കയറി ഇറങ്ങി ഒരു ചെറിയ കുഴി പോലെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മണ്ണും വാർക്കയും തമ്മിലുള്ള ആ ഒരു ജോയിൻ്റ് ഒരു നിരപ്പാവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കല്ലൊക്കെ ഇട്ടിട്ട് മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്യാണ്. കല്ല് മീൻസ് ഓട് പൊട്ടിച്ചിട്ടിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ അതൊരു നല്ല ചടങ്ങായിരുന്നു. പിന്നെ നമുക്ക് ഓടൊക്കെ അത്യാവശ്യം ഉള്ളത് കാരണം കുഴപ്പമുണ്ടായില്ല. അത് കുറേ നേരത്തെ ഒരു വർക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പണിയുടെയൊക്കെ അവസാന സ്റ്റേജിലെ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഇത് ഫുള്ളായിട്ട് മണ്ണൊക്കെ ഇട്ട് മൂടി ആ വരിപ്പിൽ. അപ്പോൾ ഇനി നമുക്ക് പണി വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല, ബിക്കോസ് ഇത് ലാസ്റ്റത്തെ വീഡിയോ ആണ്. കണ്ടോ, അതെ ആ വരിപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ പെട്ടെന്ന് അങ്ങനെ തോന്നുന്നില്ല, പക്ഷേ ഇപ്പം എല്ലാ സംഭവം ഓക്കെ. ഇത് മൊത്തം ബാക്കി വന്നതാണോ? ഇതിന് എന്നാ ചെയ്യണേ? ഓ, വേറെ എന്തെങ്കിലും ആവശ്യത്തിനല്ലേ? ഇതിൻ്റെ പേരെന്താ പറയണേ? അൺവാഷ്ഡ് പൗഡർ. ഓ, വാഷ്ഡ് എന്ന് പറഞ്ഞാൽ സിമെന്റാ? സിമെന്റല്ല, ഇത് പാറയുടെ പൊടിയാണ് മണലിന് പകരം ഉപയോഗിക്കുന്നത്. അപ്പൊ അത് കഴുകും. കഴുകി കഴിയുന്നതാണ് തേക്കാൻ ഉപയോഗിക്കുന്നത്. ഓ, ഇത് കോൺക്രീറ്റിങ്ങിന്. അത് ശരി, അതായത് വാഷ് ചെയ്യാത്തത്. അതെ. അപ്പൊ നല്ല ഒരു പരുപരുത്തു അങ്ങനത്തെ ഒരു പരുവം ഉണ്ടാവും അല്ലേ? ഇപ്പൊ മണൽ ഉപയോഗം ഇല്ല അല്ലേ? മണൽ ഉപയോഗം ഇല്ലാഞ്ഞിട്ടല്ല, മണൽ കിട്ടാനില്ല. ഇത് കൊറേ നാളുകൾ ഇങ്ങനെ ഇരിക്കുവോ? നാളുകൾ ഇരിക്കാൻ വേണ്ടിയാണ്. പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പോയി മേടിക്കാൻ പറ്റും. അത് ഇങ്ങനെയൊന്നും കിട്ടുകയില്ല. അതൊരു ലോഡ് കണക്കിന് സാധനം കിട്ടുള്ളൂ. ഓ, ഒരു ലോഡാ? അല്ല, ലോറിക്ക്. അത് തന്നെയല്ല, ഇവിടെയൊന്നും ഇല്ല. അത് പേപ്പറിൽ നിന്നാ വന്നെ. ആണോ? ഓ, ഇതെല്ലാം അങ്ങനെ കെട്ടിവെച്ചേക്കണോ? ഇത് വാഷ് ചെയ്തത് അല്ലേ? പക്ഷെ ഇവിടെ ഇങ്ങനെ ഇരുന്നാ മഴ നനയും. പ്ലാസ്റ്റിക്കിന്റെ കവർ മേടിച്ചിടണമെന്നുള്ളതാണ്. വെള്ളം കുത്തി വീഴും, അതാ ഏറ്റവും വലിയ. അതെ അതെ അതെ. ഒരു ലോഡ് അൺവാഷ്ഡ് പൊടിക്ക് എന്താ വില? ഫുൾ ലോഡാണെങ്കിൽ അൺവാഷിന് 12,600, വാഷിന് 13,600. ഒരു ലോഡിനോ? ഓ,
ആട് കരയുണ്ടല്ലോ. അമ്മയ്ക്ക് അതിനെന്തെങ്കിലും ഉത്തരം പറയാൻ പറ്റും. അമ്മ അതിന്റെ ഉത്തരം പറഞ്ഞു ഓൾറെഡി. ആ, അടുത്ത വീട്ടിലെ ആടാന്ന്. അത്രേ പറഞ്ഞുള്ളൂ. മഴയായതുകൊണ്ടാ മീനത്തൊക്കെ വയലിട്ടുകൊണ്ടാ സംസാരിക്കുന്നത്. അതെ, മഴ പൊടിയനോണ്ട് ഞങ്ങൾ മൈക്ക് മേടിച്ചെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോ മൈക്ക് ഫിറ്റ് ചെയ്തിട്ടില്ല. അതെ. അപ്പൊ നിങ്ങൾക്ക് ചിവീടിന്റെ സൗണ്ടൊക്കെ ഇതിലുണ്ടാവും. സതേ ക്ഷമിക്കുക. അത് നല്ലതല്ലോ. പക്ഷേ ഇത്രയും നാളും നിങ്ങൾ ക്ഷമിച്ചില്ലേ? അപ്പൊ പറയാൻ വന്ന കാര്യം ടോപ്പിക്ക് വലിയ മഴയ്ക്ക് മുമ്പ് പറയാം. അതെ. ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തുനിന്ന് താഴത്തേക്കുള്ള സ്ലോപ്പ് നിങ്ങൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. വണ്ടി കയറി അങ്ങ് വന്ന സ്ലോപ്പ്. ഞാൻ അവിടെ പടുത കണ്ട ആ 2 വന്നതാന്ന് നോക്കി. അതാ പെട്ടെന്ന് അങ്ങ് നോക്കിയതാ പടുത കിടക്കണുണ്ട്. അപ്പം ആ സ്ലോപ്പ് പൊട്ടിച്ചിട്ട് രണ്ടാമത് കുറച്ചുകൂടെ നല്ല രീതിയിൽ നല്ല സ്ലോപ്പായിട്ടിട്ട് ഇവിടം വരെയും കുറച്ച് നീട്ടി അങ്ങ് ഇട്ട ഭാഗമാണിത് കോൺക്രീറ്റ് ചെയ്തത്. അതായത് ജോൺ ചേട്ടൻ പോണതിന് മുമ്പ് അപ്പം പറഞ്ഞായിരുന്നു ആ സ്ലോപ്പ് മുഴുവൻ കുത്തനെയായി, മണ്ണ് അടിയിലേക്ക് ഒലിച്ചു പോയി. പിന്നെ അത് തന്നെ ഇച്ചിരി കുത്തനെയാണ് നിന്നത്. അപ്പം നല്ല രീതിയിലൊരു സ്ലോപ്പ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പുള്ളിയുടെ ഐഡിയ അപ്പയുടെ ഐഡിയ കൂടെ കൂട്ടി അതനുസരിച്ചൊരു സ്ലോപ്പ് ചെയ്ത് കോൺക്രീറ്റ് ഇട്ടേക്കണം. അതെ, വീഡിയോയിൽ എടുത്തോ പടം. ഇതിപ്പോൾ ഇങ്ങനെ കിടക്കണത് ആഞ്ഞിലിമരം മുകളിൽ നിൽക്കണോണ്ട് ഇത് ആഞ്ഞിലിച്ചക്ക വീണ് മുഴുവൻ തൊണ്ടും കായും എത്ര പ്രാവശ്യം അടിക്കാൻ പറ്റും? ഞാൻ അടിക്കാറില്ല കേട്ടോ. അപ്പോൾ ഓസിട്ട് വെള്ളം ചീറ്റിച്ച് കളയുക പതിവ്. അതിപ്പോൾ 2 ദിവസമായിട്ട് അടച്ച മഴയല്ലേ, ശനി ഞായറോട്ട് ഞങ്ങൾക്ക് അടച്ച മഴയാണ് ഇവിടെ. മെയ് 24, 25 25 ഞായറാഴ്ചയാണ് ഇപ്പോൾ വീഡിയോ എടുക്കണത്. അപ്പം അതിൻ്റെ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് ഓർത്ത്. നിങ്ങൾ നേരത്തെ ഇവിടെ കിടന്ന ഇവിടുത്തെ സ്ലോപ്പ് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് പല വീഡിയോയും ചെയ്യാറുണ്ട്. അപ്പം ഇതൊന്ന് പിടിച്ചു വന്നിട്ട് പിന്നെ അപ്പം ഒരു ഭരണപരിഷ്കാരം നടത്തി. ഇവിടെ അടിയിൽ ഇത് നിൽക്കണതിൻ്റെ അടിയിൽ പിന്നെ ബംഗാളിനെ വിളിച്ചിട്ട് അവരെ പണിയാൻ അവർക്ക് തിരക്കായതുകൊണ്ട് കിട്ടിയില്ല. അപ്പം തന്നെ കുറേ ഓടും അതും ഇതുമൊക്കെ കുട്ടി പൊട്ടിച്ചിട്ടേച്ച് ഒരു കുഴി പോലെ പതുക്കെ വകഞ്ഞിട്ടേച്ച് അതിൻ്റെ മീതെ മണ്ണിട്ട് ലെവൽ ചെയ്തതാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കയറുമ്പോൾ എന്തായാലും ഇത് കുറച്ച് ഇരുന്ന് കഴിയുമ്പോൾ പൊട്ടും. അപ്പം വണ്ടി കയറുമ്പോഴേ ഉണ്ടാക്കി ഉടനെ തന്നെ പൊട്ടിത്തുടങ്ങി എങ്ങനെയാണ് ചെയ്യണേന്ന് ഓർത്ത് അപ്പം അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇതിട്ടേച്ച് മണ്ണിട്ടതാണ്. ഞാൻ പറഞ്ഞത് അടിയിൽ ആ ഓട് പൊട്ടിക്കുന്നതിന് പകരം അതിൻ്റെ മീതെ കുറച്ച് മെറ്റൽ ബാക്കിയുണ്ടല്ലോ, മെറ്റലും കൂടെ ഇടാൻ. പറഞ്ഞു മെറ്റലിട്ട് കഴിഞ്ഞാൽ അത് ഒഴുകും, അത് വേണ്ടാന്നും പറഞ്ഞു. വേസ്റ്റായിട്ടിരുന്ന പഴയ കുറേ ഓട് കൂടെ വെച്ചിട്ടുണ്ട്. ഓട് പൊട്ടിച്ച് അതിലിട്ടേച്ച് മണ്ണിട്ട് ലെവൽ ചെയ്ത് വെച്ചേക്കണം. മണ്ണ് കുറെ ഒഴുകി പോകൂട്ടോ മഴയത്ത്, എന്നാലും ഓടും കഷ്ണം അവിടെ തെളിഞ്ഞു കിടന്നോളും. അപ്പം ഇതാണ് വീട്ടിലേക്ക് കയറുന്ന സ്ലോപ്പ് കോൺക്രീറ്റ്. പിന്നെ ഇവിടെ ഒരു ചെറിയ അരമതിൽ കെട്ടുകയും ചെയ്തു. മഴയൊന്നും ഇല്ലാത്തപ്പോൾ വന്നിരിക്കാം. ആ ഭാഗം ഇല്ലേ, ഇതിൻ്റെ അങ്ങോട്ടുള്ള ഭാഗം കുറെ മണ്ണൊക്കെ ഇട്ട് വെച്ച് അടച്ച മഴ കഴിയുമ്പോൾ പൂവുണ്ടാവണ ചെടികൾ നടാൻ പോകും. അത് നല്ലതാ. വെണ്ടി നടാമില്ല. മുസാന്റെ ഒരെണ്ണം വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ അവിടെ, കാരണം അവിടെ കൊലഞ്ഞു നിൽക്കും ചെത്തി. മുസാന്റെ വെക്കാണെങ്കിൽ ഇങ്ങനെയുള്ളൊക്കെ വെക്കണം എന്ന് ഓർത്താ. ഇനി നമുക്ക് ഈ വലിയ ഇതില്ലേ മൈലാഞ്ചി, നമ്മളൊന്ന് വെട്ടിയതാ. അതെ, ഈ വലിയ മൈലാഞ്ചി മഴയില്ലാത്ത സമയം നോക്കി വളഞ്ഞ തോട്ടി എടുത്തോണ്ട് വെച്ച് വളച്ച് വെച്ച് വെട്ടി ശരിയാക്കാം. ഗോണി വെച്ച് കയറി വെട്ടാൻ എത്തൂല. അന്നേരം പിന്നെ ഇവിടം വെച്ച് വെച്ചാൽ ശരിയാവില്ല. ഇച്ചിരി മൂള് വെച്ച് വെക്കണം, അല്ലെങ്കിൽ ഉണങ്ങിപ്പോയാലോ. അപ്പം അങ്ങനെ വളച്ച് വെച്ചേച്ച് അത് വെട്ടാന്നോർത്താട്ടോ ഞാനിരിക്കണം. പൊങ്ങിപ്പോയാൽ കാറ്റ് പിടിക്കും. പാടത്തിന്റെ ഓരല്ലേ, കാറ്റ് പിടിച്ച് ശരിയാവൂല. കാറ്റ് പിടിക്കാൻ മുള്ളാത്ത ചാഞ്ഞ് നിൽക്കണമുണ്ടോ. വലിച്ചു കെട്ടാനാണെങ്കിൽ പരിസരത്ത് ഒരു മരവും ഇല്ല, അതാണ് പ്രശ്നം. ഇത് ഏതായാലും ഇത് കുറച്ച് വെട്ടണം, അല്ലെങ്കിൽ ഇത് കാറ്റ് പിടിച്ച് മറിയും. ഇത് നമ്മൾ വെട്ടിയത് കറക്റ്റാ. അതെ, ഭംഗിയായിട്ട് വന്നുണ്ട്. അതും വെട്ടണം, അല്ലെങ്കിൽ ശരിയാവൂല. ചിലപ്പോൾ ഇത് ഇതിൻ്റെ ഈ ഭാഗം വെച്ച് എവിടെയെങ്കിലും വെട്ടൽ വരാം. എന്നാണെങ്കിലും നമുക്ക് വെട്ടാം. അതെ, ഓക്കെ. ഇനി നമുക്ക് ഗേറ്റ് നമ്പർ 2, അതായത് നമ്മുടെ വീട്ടിലേക്ക് കയറണ ഗേറ്റ്. അതെ, അതിൻ്റെ അവിടെ പോയി അവിടുത്തെ കോൺക്രീറ്റും കൂടെ ഒന്ന് കാണിക്കാം. ഇത് തൊട്ടില് കാണിക്കണം. ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ഗേറ്റ്, ഗേറ്റ് നമ്പർ 2 അല്ലേ. അതെ, എനിക്ക് എപ്പോഴും നമ്പർ 1 വന്നത്. സംഗതി ഒന്ന് നോക്കട്ടെ. ഗേറ്റ് വെക്കണേന് മുമ്പ് തന്നെ അപ്പ ഇതിന്റെ കളർ ഫിക്സ് ചെയ്തായിരുന്നു. അത് എവിടെന്നാന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്നോട് എപ്പോഴും പറയും റോയൽ ബ്ലൂ, ഇത് അലൂമിനിയം. ഞാൻ പറയും എനിക്കങ്ങ് ഇഷ്ടമല്ലാന്ന് പറയും. ബ്ലൂ വെച്ചോ, ഇത് വൈറ്റ് വെക്കാൻ പറയുമായിരുന്നു. വൈറ്റിലും നല്ലത് അലൂമിനിയം ആണ്, അടിക്കുമ്പോ കാണാന്ന് പറയും. എന്നിട്ട് ശരിയാ, ചെയ്ത് കഴിഞ്ഞപ്പോ നല്ല ഭംഗിയാ. ആ കഴിഞ്ഞ ഗേറ്റ് വെച്ച വീഡിയോയിൽ ഒരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മള്. അതായത് ഓടാമ്പൽ പറഞ്ഞില്ലേ, ഈ ഗേറ്റിന് അകത്തുനിന്ന് ഓടാമ്പലുണ്ട്. ഈ ഗേറ്റിന് ഓടാമ്പൽ ഇല്ലെന്നാ ഞാൻ പറഞ്ഞത്. അകത്തുനിന്ന്
പുറത്തുനിന്ന് ദേ ഇങ്ങനെ അകത്തുനിന്ന് കാണിക്കാം നമുക്ക്. പുറത്തുനിന്ന് എങ്ങനെയാണെന്നറിയാമോ? അതെ, പുറത്തുനിന്ന് ലോക്ക് ഇടാനായിട്ട് ഇവിടെ ഇതാ. പിന്നെ ദേ ഇങ്ങനെ അടക്കുക. പിന്നെ ദേ പുറത്ത് പോകുമ്പോ താഴിട്ട് ലോക്ക് ചെയ്യുക. പിന്നെ ഞങ്ങളങ്ങനെ അടച്ചിടാറില്ല കേട്ടോ. ഒരു പാളി എപ്പോഴും തുറന്നിടും, മഞ്ഞവർക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ട്. അതെ, ഇതാണ് ഓടാമ്പൽ. ഓടാമ്പൽ അകത്തൊന്നും എന്തായാലും വേണമല്ലോ. അന്ന് ഞാൻ പറഞ്ഞപ്പോഴേ അതിന് മാത്രമേ ഓടാമ്പൽ ഉള്ളെന്ന് പറഞ്ഞു. ഓടാമ്പൽ മിസ്റ്റേക്ക് പറഞ്ഞത് മിസ്റ്റേക്ക് നമ്മൾ പറയണ്ടേ എപ്പോഴും. അപ്പൊ ഏതായാലും ബ്ലൂവും അലൂമിനിയം പെയിന്റും കൂടെ നല്ല കോമ്പിനേഷനാ. അടിച്ചതും നന്നായിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാ നമുക്കിവിടെ ഇത്രയും ഗ്രീനറി ഉള്ളത് കാരണം ബ്ലൂ വരുമ്പോ അത് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കും. ഫുൾ ഗ്രീൻ ആണേലും നല്ലതാ, പക്ഷെ അന്നേരം ഗ്രീനും ആവുമ്പോ കോംപ്ലിമെന്റ് ആയി പോകും. ഈട്ടിയുടെ കളറും നല്ലതാട്ടോ, അതും കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കും. അതെ അതെ അതെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് തറ ഇപ്പൊ നമ്മൾ കോൺക്രീറ്റ് ഇട്ടുകൊണ്ട് കുഴപ്പമില്ല. ആദ്യം നിങ്ങൾ കണ്ടപ്പോ തറയെ ചുമ്മാ പുല്ല് പിടിച്ച് കിടക്കുമല്ലോ. അപ്പൊ അത് ഓരോന്നും സ്റ്റേജായിട്ട് ആൾക്കാർ വന്നത് ചെയ്യണമല്ലോ. അതിന്റെ ഡിലേ കൊണ്ടാണ് അന്നേരം ഞങ്ങൾ ഗേറ്റ് വെച്ചപ്പോൾ വെറുതെ ഒന്ന് കാണിച്ചത്. ഗേറ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ കോൺക്രീറ്റ് ഇടിയിച്ചത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് ഫിറ്റ് ചെയ്തിട്ട് അതിന്റെ അകത്തൊന്ന് കാണിക്കാതെ അകത്തെ കുറ്റി ഇടാനൊരു ഹോള് കോൺക്രീറ്റിന്റെ ഒപ്പം ഉണ്ടാക്കിച്ചു. അപ്പൊ ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അത് പൊട്ടിക്കണമെന്ന് റജിച്ചേട്ടൻ പറഞ്ഞു. ഗേറ്റ് വെച്ചാൽ അപ്പൊ പൊട്ടിച്ചാൽ ചിലപ്പോൾ കറക്റ്റ് ആവൂല. അപ്പൊ സാറ് ഗേറ്റ് ആദ്യം വെക്കാം, അതിനുശേഷം നമുക്ക് ഇവിടെ കോൺക്രീറ്റ് ഇട്ട് കൊടുത്ത് അത് പൊട്ടിച്ചാൽ മതി. അപ്പോൾ കുറ്റി ഇറങ്ങുമ്പോൾ കറക്റ്റായിട്ടിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. പിന്നെ അവരുടെ കാലതാമസം ഉണ്ട് കേട്ടോ വരാൻ, പണിയാൻ വന്നവരുടെ കാലതാമസം ഉണ്ട് വരാൻ. ഇവിടെ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞ് ഈ ഭാഗത്ത് ഓടിട്ട് പൊട്ടിച്ച് ഓടിന്റെ ഇത് കാണാം. ഓടിട്ട് പൊട്ടിച്ച് അതിന്റെ മീതെ ചുമ്മാ മണ്ണാ, നമ്മുടെ പറമ്പിലെ മണ്ണ് തന്നെ ഇട്ട് ലെവൽ ചെയ്തേക്കണതാണ്. മണ്ണിങ്ങനെ അങ്ങോട്ട് ഒഴുകി പോണുണ്ട്. വാഹനങ്ങൾ വരുമ്പോൾ എന്തായാലും വീട്ടിലേക്ക് വാഹനം വരുമ്പോൾ എപ്പോഴും വണ്ടി കയറൂലോ, നേരം കുറെ ഒഴുകി പോവും. അപ്പൊ ഓട് കഷ്ണം ആകുമ്പോൾ അങ്ങനെ ഒഴുകൂലെന്നും പറഞ്ഞാണ് ഓട് കഷ്ണം ഇടിയിച്ചത്. രണ്ട് അവിടെ ഇങ്ങനെ ഇടിയിച്ചിട്ടുണ്ട്. പിന്നെ നമ്പർ 1 ഗേറ്റ് നേരത്തെ കാണിച്ചതല്ല, അവിടെ ഇനി കാണാനൊന്നുമില്ല. ഗേറ്റിന് പെയിന്റ് അടിച്ചു. അതെ, മഴ പൊടിയുണ്ട്. മഴ ഇല്ലാത്തപ്പോ പോയി അതിന്റെ പടം എടുക്കാം. കോൺക്രീറ്റ് ഇട്ടപ്പോ കണ്ടോ നല്ല ഭംഗിയായി. നല്ല ഭംഗിയായി. അതല്ലെങ്കിലും കോൺക്രീറ്റ് ഇടണമല്ലോ, അല്ലെങ്കിൽ ഗേറ്റിന്റെ അടിയിൽ മുഴുവൻ പുല്ലായിട്ട് കിടക്കൂലേ. ആ ഗ്യാപ്പൊക്കെ ഇപ്പൊ ഫില്ലായി. വേറൊരു കാര്യം, അവിടെ എല്ലാം നല്ല കറക്റ്റായി. അതിന്റെ ഹുക്കിടുന്നത് കാണിക്കാട്ടോ. വേറൊരു കാര്യം, മറ്റേ ഗേറ്റ് പറമ്പിലേക്ക് വാഹനങ്ങൾ കയറാനുള്ളത് കൊണ്ട് അവിടെ കോൺക്രീറ്റ് ഇടിയിച്ചിട്ടില്ല കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ പറമ്പിലേക്ക് വണ്ടി കയറാനും എന്തെങ്കിലും വളമൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അതിനും ഒക്കെ വേണ്ടിയുള്ള ഒരു ഗേറ്റ് നമ്മൾ സ്ഥാപിച്ചാൽ പിന്നെ ഹെവി വെഹിക്കിളൊക്കെ കയറ്റാൻ വേണ്ടി. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പം പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ കൃഷിവല കുടുംബമാകുമ്പോൾ. അപ്പം അതിന് കോൺക്രീറ്റ് ഇടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അവിടെ ഇടിയിച്ചില്ല കേട്ടോ. ഇനിയിപ്പോൾ വേനലാകുമ്പോൾ അപ്പം എന്നോട് പറഞ്ഞ ഒരു വരമ്പ് പോലെ മണ്ണ് കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പിടിപ്പിക്കാന്നവിടെ ഒരു തിട്ട പോലെ, അത് നമുക്ക് അന്നേരം കാണിക്കാം. ഇപ്പം വേറെ ഒന്നും ചെയ്തിട്ടില്ല, പെയിന്റ് മാത്രമേ ഉള്ളൂ. അതിനും അഴികൾ അലൂമിനിയം, ബോർഡർ ബ്ലൂ. ഇതാണ് നമ്പർ 1. ഞാൻ പറഞ്ഞില്ലേ, അപ്പം അതിൻ്റെ അടിയിൽ കോൺക്രീറ്റ് ഒന്നും ഇട്ടിട്ടില്ല, പുല്ലിങ്ങനെ കിടക്കുക, പറമ്പിലേക്ക് കയറാനുള്ളതാ. നമ്മൾ ആ വണ്ടി ഇട്ടായിരുന്നപ്പോൾ കണ്ടോ തെങ്ങിന്റെ മുകളിൽ ഇങ്ങനെ പോയിരുന്ന ഭാഗം, അന്നേരം കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് കാറ്റ് വന്നപ്പോൾ അത് വീണു, അവിടെ മുഴുവൻ വീണ് തടസ്സമായിട്ട് കിടക്കണുണ്ട്. പിന്നെ ഇതേ അഴിക്ക് അലൂമിനിയം, ഫ്രെയിമിനും ബ്ലൂവും, അതിന്റെ അകത്തന്ന് ഓടാമ്പലം. ഇത് നല്ല ഭംഗിയുണ്ട്, പ്രത്യേകതയുണ്ട് അല്ലേ. ഇത്രേ ഉള്ളു പരിപാടി. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഇവിടെ ഇങ്ങനെ അതെ കുക്ക ആ ഹോളില് വെള്ളായി മഴ പെയ്തപ്പോ. ഇത് നമ്മള് ഇപ്പൊ ഈ പണതേച്ച് ഗേറ്റ് വെക്കുവാണെങ്കിൽ എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ പിന്നെ അവിടെ പൊട്ടിക്കുമ്പോ കറക്റ്റ് ആയിട്ട് അത് കിട്ടൂല. കോൺക്രീറ്റ് ഇട്ടത് കൊണ്ടാട്ടോ. ചുമ്മാ സിമെന്റ് ആണെങ്കിൽ പൊട്ടിച്ചെടുക്കാം. അപ്പൊ അപ്പയുടെ ഐഡിയ വെച്ച് എന്നാ അവരെ കൊണ്ട് ജയിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് വെച്ചു, അവര് പോയി. അത് കഴിഞ്ഞ് കോൺക്രീറ്റ് ഇട്ടില്ലേ, കോൺക്രീറ്റ് ഇട്ടപ്പോ ഇതിലൊരു ഇട്ട സമയത്ത് ഇതിലൊരു PVC ഇറക്കി വെച്ചു. PVC ഇറക്കി വെച്ചത് ആ റൗണ്ടിലാണ് ഇതിനുള്ള ഹുക്ക് ഇടണത്. അതെ PVC പൈപ്പ് അടിയിലുണ്ട്. എന്നിട്ട് ആ ഷേപ്പില് ഹോളാക്കി എന്നിട്ട് അവര് പ്ലാസ്റ്റർ ചെയ്ത് വെച്ച് പോയി. എന്നിട്ട് പോവാ. ഇത് മെറ്റല് മൊത്തം ബാക്കി വന്നതല്ലേ. ഇതിനിപ്പോ എന്നാ ചെയ്യണേ? സ്റ്റോറിങ് ചാക്കിലാണോ സ്റ്റോർ ചെയ്യണേ?
തൽക്കാലം ഇവിടെ നിരത്താൻ പോവാണ് മെറ്റല്. ഇതൊക്കെ പിന്നീടൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇത് പാടാം. ഇതിന് എന്ത് വിലയുണ്ട് ഇതിന് ഈ മെറ്റലിന്? മെറ്റലിന് ഒരു ലോഡിന് 12,000 ഉണ്ട്. ഒരു ലോഡിന് 12,000? ഓ, മെറ്റലിന് നല്ല വിലയാ. പുറത്ത് ഒരു 6 മാസത്തോളം പുറത്തെ പണികളൊക്കെ കഴിഞ്ഞ് ശുചീകരണ വേലയിലാണ് അപ്പ. മിറ്റവും പരിസരവും അപ്പ തന്നെയാണ് അത് മുഴുവൻ ശുചീകരിക്കുന്നത്. കാരണം പണി കഴിഞ്ഞപ്പോൾ അടച്ച മഴയായതുകൊണ്ട് ജോൺ ചേട്ടൻ പറഞ്ഞത് അവരുടെ ജോലിക്കാരെ തരാന്നിവിടെ ശുചീകരണ പരിപാടിക്ക്. പക്ഷെ അടച്ച മഴയായതുകൊണ്ട് അവരെല്ലാം അന്യ സംസ്ഥാനക്കാരായിരുന്നു, അവർ നാട്ടിൽ പോയി. അപ്പം പിന്നെ വിളിക്കാനുള്ള ഒരു ചേട്ടന് സുഖമില്ലാതിരിക്കണോണ്ട് ആ ചേട്ടന് വിളിച്ചതാ അപ്പം വരാൻ പറഞ്ഞതിന്. സുഖമില്ലായും ഇതൊക്കെ കോരിയെടുക്കാൻ പൊടികളൊക്കെ കുറച്ച് ബാലൻസ് ഉള്ളതൊക്കെ ചാക്കിൽ കെട്ടിയപ്പോൾ വെച്ചു. അത് കാരണം മഴ നനഞ്ഞു പോയാൽ പറ്റൂല, കൃത്യമായിരിക്കുമല്ലോ നമ്മൾ സാധനം ഓർഡർ കൊടുത്ത് സാധനം വന്നതേയും. എംസാൻ്റെ ഒക്കെ കുറച്ച് ബാലൻസ് വന്നായിരുന്നു. മെറ്റൽ വന്നത് കുറേ കോരി അപ്പം ആ മണലിൻ്റെ അവിടെ ക്രമീകരിച്ച് വെച്ചു. അത് കഴിഞ്ഞ് കുറേ കൂടെ മുറ്റത്തുനിന്ന് കൂട്ടിയിട്ടേക്കണം കോരാനുണ്ട്. അപ്പോൾ വേറെ വേറെ പരിസരം എല്ലാം ക്ലീനിങ് ആയതുകൊണ്ട് അത് നടന്നില്ല. അപ്പോൾ പരിസരം ക്ലീനിങ് കഴിഞ്ഞ് വെച്ച് ഇന്നപ്പം നമ്മുടെ വർക്ക് ഏരിയയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാ പ്രേക്ഷകരും കണ്ടിട്ടുണ്ട് ഒരു വാട്ടർ ടാങ്ക് അവിടെ ഇരിക്കുന്നത്. എപ്പോഴും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അത് എന്താ അവിടെ വാട്ടർ ടാങ്ക് വെച്ചേക്കണേന്ന്. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ടർ കണക്ഷനിൽ വെള്ളം വരുമ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യണതാണ്. വേനക്ക് നമുക്ക് അകത്തേക്ക് ഉപയോഗിക്കാൻ. വേനക്ക് ഞങ്ങളുടെ പാടത്തിൻ്റെ ഓരമുള്ള വീടായതുകൊണ്ട് കിണറ്റിലെ വെള്ളത്തിന് ഒരു ഏപ്രിൽ മെയ് മാസത്തിൽ കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ആ വെള്ളമാണ് 2 മാസം നമ്മൾ ഉപയോഗിക്കണേ. അപ്പോൾ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ വേനൽക്കാലത്തെ ഓൾട്ടർനേറ്റ് ഡേയ്സിലേക്ക് വെള്ളം വാട്ടർ കണക്ഷനിൽ നമ്മൾക്ക് കണക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. 1-2 ദിവസം വെള്ളം വരുവുള്ളൂ. കാരണം എല്ലാ ഏരിയയിലേക്കും വെള്ളം വിടണ്ടേ. അപ്പം വെള്ളം വന്നത് നോക്കിയൊന്നും ഇരിക്കാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെരുവത്തിലോ ബക്കറ്റിലോ ഒക്കെ കോരി അകത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ആവശ്യത്തിന് ഉപകരിക്കും. പാത്രം കഴുകാനും ടോയ്ലറ്റ് ഉപയോഗങ്ങൾക്കും ഒക്കെ കിണറ്റിലെ വെള്ളം നമ്മൾ ഉപയോഗിക്കും ആ 2 മാസം. പക്ഷേ നമ്മൾ പാചകത്തിനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കും ഒക്കെ വാട്ടർ കണക്ഷനിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചേക്കണം നമ്മൾ എടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയുള്ള ടാങ്ക് ജനുവരി മാസത്തിൽ അവിടെ നിന്ന് മാറ്റിയതാണ്. അതെന്തിനാന്ന് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായി കാണും. വർക്ക് ഏരിയ കംപ്ലീറ്റ് പൊളിച്ച് കളഞ്ഞിട്ട് രണ്ടാമത് വാർത്തെടുത്തായിരുന്നു. അപ്പോൾ വാർത്തെടുത്തപ്പോൾ അവിടെ വാർക്കുമ്പോൾ മുട്ടൊക്കെ ഇങ്ങനെ വെക്കണം സപ്പോർട്ടായിട്ട് ഈ വാർക്കട ആ പലകയൊക്കെ അടിക്കാനും അതിനു വേണ്ടി. അപ്പം അവിടെ നിന്ന് ടാങ്ക് എടുത്ത് മിറ്റത്തിൻ്റെ ഒരു മൂലയിൽ ഏപ്രിലാണ് വർക്ക് ഏരിയ പണി തുടങ്ങിയത്. ആ സമയം മുതൽ ഇരിക്കുമായിരുന്നു. ഇന്നിപ്പോൾ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് ഒരുമാതിരി ശുചീകരണ പരിപാടിയൊക്കെ അപ്പയുടെ ഒതുങ്ങി. അപ്പം ടാങ്ക് കഴുകി നീറ്റാക്കി പുറവും എല്ലാം നിങ്ങൾക്കറിയാലോ പെർഫെക്ഷൻ നീറ്റാക്കി വെച്ച് സ്വയം വാട്ടർ കണക്ഷനിൽ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടാങ്ക് ഉരുട്ടിക്കൊണ്ട് വന്ന് അവിടെ പക്ഷേ അപ്പം വെച്ചിരുന്ന രീതിയിൽ നിലത്തിരുന്ന മുറ്റത്തിട്ടിരിക്കുന്ന ടൈലിപ്പം അങ്ങനെ ഇല്ല അവിടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിടാൻ വേണ്ടി അവിടുത്തെ ടൈലുകളെല്ലാം ഇളക്കിയായിരുന്നു. ഇളക്കി കഴിഞ്ഞ് പിന്നെ അവർ ഇളക്കി മുട്ടിട്ടേച്ച് മുട്ട് കൂരും അവരുടെ ആവശ്യം കഴിയുമ്പോൾ. പിന്നെ അവിടെയൊന്നും അവർ നോക്കൂല. പിന്നെ നമ്മുടെ ഡ്യൂട്ടിയാണ് ശരിയാക്കേണ്ടത്. പക്ഷേ അത് വെച്ച് കഴിഞ്ഞപ്പോൾ ലെവൽ ചേഞ്ച് ഉണ്ട്. പക്ഷെ അത്ര ശരിയായ രീതിയിലല്ലാന്ന് 2-3 പ്രാവശ്യം എന്നോട് പറഞ്ഞു. എനിക്കും തോന്നി അത്ര ശരിയായ രീതിയല്ലെന്ന്. പക്ഷെ ഇനി അത് പറഞ്ഞിരുന്നു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇപ്പം നമ്മൾ അവിടെ കൊണ്ടുവന്നു. ഇപ്പം കിണറ്റിലെ വെള്ളം ക്ലിയറാണ്. പക്ഷെ നമ്മൾ 2 മാസത്തിലൊരിക്കൽ മീറ്റർ റീഡിങ് നോക്കി നമ്മൾ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കണം വാട്ടർ കണക്ഷൻ്റെ. അപ്പം ടാങ്ക് ശൂന്യമായിട്ട് വെക്കാൻ പറ്റൂല. അപ്പം അത് ക്ലീൻ ആക്കി വെച്ച് അവിടെ അടിച്ച് ശരിയാക്കി എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഇത് വിരിക്കാന്ന് ഓർത്തപ്പോൾ പിന്നെ വിരിക്കാൻ പറ്റിയ പടുതകളൊന്നുമില്ല. എല്ലാ പടുതയും ഓരോന്നിനും കൊടുത്ത് എല്ലാം പോയി. കറുത്ത ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓരോ സാധനം മൂടാൻ വേണ്ടിയൊക്കെ അവർക്ക് ഈ സിമെൻറ്റ് പ്ലാസ്റ്ററിങ്ങൊക്കെ നടത്തുമ്പോൾ കൊടുത്ത് ഒന്നുമില്ല, കീറിപ്പറഞ്ഞു പോയി. അപ്പം ചാക്കിടാനൊരു സുഖമില്ല. അത് കാരണം അപ്പം ടാങ്ക് അവിടെ കൊണ്ടുപോയി വെച്ചേച്ച് വെള്ളം മഴക്കാലമായ എന്നും വാട്ടർ കണക്ഷനിൽ വെള്ളമുണ്ട്. അപ്പോൾ വെള്ളം പകുതി ടാങ്ക് ശൂന്യമായിട്ട് ടാങ്ക് വെക്കണ്ടല്ലോ. അത് കാരണം ശേഖരിക്കുവാണ്. അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ ടാങ്കിലേക്ക് വെള്ളം വീഴുന്ന ഓസിന്ന് വെള്ളം വീഴുന്ന സൗണ്ടാണ് കേട്ടത്. അപ്പം നമ്മുടെ ഇതിലുള്ള വാട്ടർ കണക്ഷൻ നമ്മൾ എടുത്തേക്കണ വാട്ടർ കണക്ഷൻ അതിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുത്ത് സേവ് ചെയ്യണേ. തന്നെയല്ല നമ്മൾ പേ ചെയ്തുകൊണ്ടിരിക്കണം. 2 മാസത്തിലൊരിക്കൽ റേറ്റ് കൃത്യം നോക്കി വെച്ച് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ യൂസേജ് അനുസരിച്ച്. അത് തന്നെയല്ല ഇവിടെ അത് ഇങ്ങനെ
മീറ്റർ റീഡിങ് നോക്കാനായിട്ട് പുള്ളിക്കാരി വന്നു കഴിയുമ്പോൾ അതിൽ ഇച്ചിരി കുറവ് ഇത് റീഡിങ്ങിലേക്ക് റേറ്റിലേക്ക് അവിടെ കിടക്കണ തുക വന്നു കഴിയുമ്പോൾ കൊണ്ടുപോയി പൈസ മുൻകൂർ അടയ്ക്കുക. അപ്പം എനിക്ക് 2 മാസത്തേക്ക് ഇപ്പം എത്രയാണ് റേറ്റ് എന്ന് കൃത്യം അറിയില്ല കേട്ടോ. അപ്പം കൂടുതൽ അങ്ങ് അടച്ചിട്ടേക്കും. 2 മാസമാണ് ഞങ്ങൾക്ക് കിണറ്റിലെ വെള്ളത്തിന് ഇച്ചിരി മോശം അവസ്ഥ. അന്നേരം ഈ കളർ ചേഞ്ച് വരുമ്പോഴേ നമുക്കൊരു സുഖമില്ലാതെ അതാ അങ്ങനെ കണക്ഷൻ നമ്മൾ മെയിൻ റൂട്ടിൽ നിന്ന് വലിപ്പിച്ചതാണ്. നമ്മുടെ വഴിയിൽ കൂടെ വന്ന് ഇവിടം വരെ. അന്ന് നല്ല പൈസ കൊടുത്താ ഞാൻ പറയാം, അമ്മച്ചി അപ്പച്ചനുള്ള കാലഘട്ടം, നിന്റെ സ്കൂൾ ഞാൻ ഓർക്കണ്ട് നല്ല പൈസയായി. അന്ന് അപ്പൊ പറഞ്ഞത് ഓർക്കണ്ട, അന്ന് 5000 സംതിങ് 6 രൂപ 7 രൂപയോളം അല്ലേ മൊത്തം. അത്രയും രൂപ വന്നിട്ടുണ്ട്. പണ്ടത് എടുത്തിട്ടൊരു ബുദ്ധിയായി. അപ്പൊ അതാണ് ആ സൗണ്ട് കേൾക്കണം, പടപടപടാന്ന് അവിടെ സൗണ്ട് കേൾക്കണം. അപ്പൊ വേണമെങ്കിൽ ടാങ്കിന്റെ പടം പിടിച്ചോ. ഇന്നത്തെ ഞാൻ സവോള അരിഞ്ഞു വെക്കാം. അപ്പൊ ഓക്കെ, ഇങ്ങനത്തെ ഇഷ്ടിയല്ല ഇതിൽ വെക്കേണ്ട, ഞാൻ എടുത്തുകൊണ്ട് വന്നോളാം. പൊട്ട ഇങ്ങനത്തെ ഇഷ്ടിയുണ്ട്. കാര്യം അപ്പോൾ കഴുകിയത് ഇതല്ല. സമയം എടുക്കും. നല്ല ക്ലീൻ ആണല്ലോ. നല്ല ക്ലീനാണ്. ഫേഴ്സ് വിട്ടുപോരും. ഇഷ്ടിക കൊള്ളൂല. കരിയും കഴുകിയിട്ടുണ്ട്. പക്ഷേ ഇഷ്ടികയൊക്കെ കഴുകുവാണോ അമ്മ? അതിൻ്റെ പുറത്തൊക്കെ നല്ല ഭംഗിയായിട്ട് വെച്ചിരുന്നാന്നേ. അതൊക്കെ പണി സമയത്ത് എവിടെയാണ് ഇട്ടേക്കണേന്ന് പോലും അറിയില്ല. എവിടെയാണെന്ന് അറിഞ്ഞാൽ അത് വെക്കായിരുന്നു. നല്ല ക്ലീനാക്കി തുടച്ച് ഇതാക്കി വെച്ചിരുന്ന ഇഷ്ടിക. ഇത് നമ്മുടെ മുറ്റത്തിടുന്നതിൻ്റെ ബാലൻസ് ഇരുന്ന ഇത് നമ്മുടെ ആ ടൈല്. അതെ, മുറ്റത്തെ ഇവിടെയെല്ലാം ഉണ്ടോ നോക്കട്ടെ കേട്ടോ. അത് ഇച്ചിരി വലുതാണ് നമ്മൾ ഇട്ടേക്കണത്. ഇത്രയും വൃത്തിയാക്കിയപ്പം. അതെ, പോട്ടെ. ഏട്ടന്മാരുടെ അയൽ തുണികളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മുടെ കാർ ഷെഡാണ്. അതെ, കാർ ഷെഡ് ആൻഡ് സ്കൂട്ടർ ഷെഡാണ്. അപ്പം ഈ കാർ ഷെഡിൻ്റെ നിലത്ത് നേരത്തെ കോൺക്രീറ്റ് ഇട്ട് വെച്ചേക്കുമായിരുന്നു. പിന്നെ പണി അങ്ങ് നിർത്തിയും അതിൽ പ്ലാസ്റ്ററിങ് നടത്തിയിട്ടില്ല ഞാൻ. പിന്നെ അത് എന്തെങ്കിലും ആവുമ്പോൾ ചെയ്യാന്നുള്ളത്. നേരത്തെ കാർ ഷെഡ് ഫ്രണ്ടിലായിരുന്നു, അത് റെനോവേഷൻ നടത്തിയപ്പോൾ സൈഡിലേക്ക് മാറ്റിയതാണ്. അപ്പം അങ്ങനെ ചെയ്ത്. അപ്പം ഈ പണി വന്നപ്പോൾ ആ കോൺക്രീറ്റ് ഇട്ടേക്കണതിൻ്റെ മീതെ നന്നായിട്ട് അങ്ങ് പ്ലാസ്റ്ററിങ് നടത്തി. അപ്പം അരവിന്ദ് ചേട്ടനാണ് ചെയ്തത്. നല്ല നീറ്റായിട്ടുണ്ട്. അപ്പം ആ സ്കൂട്ടർ അങ്ങേയറ്റത്തേക്ക് കയറ്റി വെക്കും, കാർ ഇവിടെ ഇടും. അപ്പം ഇതാണ് കാർ ഷെഡ് നമ്മുടെ. പിന്നെ ഷീറ്റ് വേണം. നല്ല നീറ്റായി. ഇത് പ്ലാസ്റ്ററിങ് നടത്തിയപ്പോൾ നീറ്റായി. അതെ അതെ അതെ. ഉള്ളൂ. നമുക്ക് പണി കഴിഞ്ഞപ്പോൾ കുറേയേറെ എംസാൻഡ് ബാലൻസ് വന്നു. പിന്നെ മെറ്റലും ബാലൻസ് വന്നു. അത് രണ്ടും ബാലൻസ് വന്നോളൂ. സിമെൻ്റൊക്കെ കറക്റ്റായിരുന്നു. ലാസ്റ്റ് ഡേയിൽ ഒരു പാക്കറ്റ് സിമെൻറ്റിന് വേണ്ടി ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്നു. അപ്പോൾ പറഞ്ഞായിരുന്നു ജോൺ ചേട്ടനോട്, ഒട്ടും സിമെൻറ്റ് വേസ്റ്റ് വരരുത്. അല്ല, വരുത്തൂല്ല സാറേ എന്ന് പറഞ്ഞു. അപ്പം എംസാൻഡ് ബാലൻസ് ഉള്ളത് അപ്പം അവിടെ സിമെൻറ്റ് ചാക്കിലെല്ലാം വാരി ഒരപ്പരയുടെ ബാക്കിലായിട്ട് ഇച്ചിരി നനയൊക്കെ ചെയ്യും. അങ്ങനെ കോരി വെച്ച. അതായത് പണി തീർന്നപ്പോഴത്തേക്ക് മഴയായി. അപ്പം പണിയാൻ തന്നെ അവരെല്ലാം മഴ കൊണ്ട് അവരുടെ നാട്ടിലേക്ക് പോയി. ബംഗാളികളല്ലേ. അപ്പം അവരെ കിട്ടാൻ മാർഗ്ഗമില്ലാതെ വന്നു. അപ്പം ഈ മുറ്റത്ത് ഇങ്ങനെ കിടന്ന അപ്പോൾ പറഞ്ഞത് മുഴുവൻ നശിച്ചു പോകും, മിറ്റവും മെനകേടായി കിടക്കും പറഞ്ഞത് എംസാൻഡ് കോരി വെച്ചതാണ്. തന്നെ കോരി വെച്ചതാണ്. നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ മെറ്റൽ കോരി ഇത്രയാക്കി. ഇനി ഇതേ കുറച്ച് മെറ്റൽ മുറ്റത്തുണ്ട്. ഞാൻ പറഞ്ഞു ഒറ്റയടിക്ക് അങ്ങനെ കോരരുത്, അത് ശരിയാവൂല. ഒരു ചേട്ടനോട് വരാവോന്ന് ചോദിച്ചപ്പോൾ അതിന് നടുവിന് മേലായി ആയതുകൊണ്ട് പണിക്ക് പോണില്ല. പിന്നെ ഇപ്പം ബംഗാളികൾ വന്നിട്ടുണ്ടെന്ന് ജോൺ ചേട്ടൻ പറഞ്ഞു. ഇനിയിപ്പോൾ അത് അത്രയും വരാനുള്ള എന്തെങ്കിലും പണിക്ക് വിളിക്കുവാണെങ്കിൽ ചെയ്യിക്കുക, അല്ലെങ്കിൽ അപ്പം തന്നെ വെറുതെ വരുമായിരിക്കും. എനിക്കറിയില്ല എങ്ങനെയാണ്. അപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞതാട്ടോ. പിന്നെ പണിയുടെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കാണിക്കുന്നത്. പക്ഷേ അതിൽ ചിലർ പറയും ഇനിയെങ്കിലും നിർത്തിക്കൂടെ. ഞങ്ങൾക്ക് ഇഷ്ടമായ ഒരുപാട് വ്യക്തികളുള്ളത് കൊണ്ട് ഞങ്ങൾ കാണിക്കുന്നതാണ്. നിങ്ങൾ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ അതങ്ങ് സ്കിപ്പ് ചെയ്തേരെ കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് മാത്രം ഞങ്ങൾ കാണിക്കുന്നതാണ്. ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് കാണിക്കും. അപ്പോൾ ആർക്കും ബോറടിക്കൂല. പിന്നെ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഏരിയ നോക്കണ്ടെന്നേ. അപ്പോൾ വിഷയമില്ലല്ലോ, ആർക്കും വിഷയമില്ല. അപ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ളവർ, അതായത് പണി വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവര് കമന്റ് ചെയ്യൂട്ടോ താഴെ. അപ്പൊ നമുക്ക് നോക്കാലോ ആർക്കൊക്കെയാണ് ഇഷ്ടം, ആർക്കൊക്കെയാണ് ഇഷ്ടമല്ലാത്തത്. ഒരു കാര്യം പറയാം. ഇന്നാളൊരു വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് കണ്ടായിരുന്നേ, നിങ്ങൾ എന്തിനാണ് ഗേറ്റ് തുറന്നിടണേന്ന്. അല്ല, ഞാനതിന് മറുപടി തന്നത് ഇപ്പം ഇത് ഇവിടെ വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഒരു പാളി ഗേറ്റ് എപ്പോഴും അടച്ച് കുറ്റിയിട്ട് വെച്ചേക്കും. എന്നാന്ന് വെച്ചാൽ ഫുള്ള് എപ്പോഴും തുറന്നിട്ടുണ്ടല്ലോ എന്നോർത്ത്. അപ്പം ഒരു പാളി എപ്പോഴും തുറന്നിടും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം, 2 വീലറിലും മോട്ടോർ റിക്ഷയിലും ഇഷ്ടം പോലെ
ആൾക്കാർ പല സംഗതികൾക്കും വരും. അതെ. ഒന്ന് 2 വീലറിൽ വന്നത് പോസ്റ്റ്മൺ 2 വീലറാണ് വന്നെ. പിന്നെ വാട്ടർ റീഡിങ് നോക്കാൻ, അത് 2 മാസത്തിലൊരിക്കലേ ഉള്ളൂ. KCB 2 മാസത്തിലൊരിക്കലേ ഉള്ളൂ. പിന്നെ ഇപ്പം ഈ പെയിൻറ്റിങ്ങുകാർ 2 വീലറിലാണ്. അതെ. എപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന്. പിന്നെ പരിസരവാസികളൊക്കെ എന്താ ഇപ്പം 2 വീലർ പോകണമില്ല. പരിസരവാസികളൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നതുമൊക്കെ 2 വീലറിലായിരിക്കും. അപ്പം ഈ ഒരു അടച്ചുവിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അത് നമ്മൾ അങ്ങനെ അടച്ചിടണ്ട, ഒരു പാളി ഡോറങ്ങ് തുറന്നിട്ടേരെ. അപ്പോൾ വാഹനത്തിൽ വന്നവർ വാഹനം നിർത്താതെ പണ്ട് വന്ന പോലെ തന്നെ അകത്തേക്ക് വരാൻ സൗകര്യമായിരിക്കും. അപ്പോൾ അവർക്കതൊരു സന്തോഷം. അല്ലെങ്കിൽ ഇറങ്ങി നിർത്തി പിന്നെ അത് ബുദ്ധിമുട്ട്. ഒരാൾ തന്നെ വരുമ്പോൾ ഒരാൾ ഇറങ്ങി നിർത്തി പിന്നെ സ്റ്റാർട്ട് ചെയ്ത് വരണ്ടേ. അപ്പോൾ അത് കാരണം എപ്പോഴും ഒരു പാളി തുറന്നിട്ടേക്കും. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. കാരണം ഞങ്ങളുടെ പരിസരത്തെല്ലാം ഇഷ്ടംപോലെ ആൾക്കാരും വീടുകളും ഉണ്ട്. ഒരു സൈഡ് 6-7 വീടുകളുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ 2 വീടുണ്ട്. അപ്പം സ്ഥിരമായ ജനത്തിരക്കുള്ള ഏരിയ ആണ്. ഞങ്ങൾ ഇങ്ങേ അറ്റത്തായതുകൊണ്ടും പ്രോപ്പർട്ടി ഇച്ചിരി കൂടുതൽ പറമ്പിൻ്റെ ഇതുള്ളത് കൊണ്ടുമാണ് എൻഡിൽ നമ്മളായിട്ട് തോന്നണം. നമ്മുടെ ബാക്ക് സൈഡിൽ വർക്ക് ഏരിയയുടെ അവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ബാക്ക് സൈഡിലുള്ള വീടുകളിൽ 1, 2, 3, 4, 5 വീടുകളിലുള്ളവർക്ക് കേൾക്കുകയും ചെയ്യാം, അവർക്ക് വരികയും ചെയ്യാം. അപ്പം അത്രയും ബാക്കിൽ വീടുകളുണ്ട്. ഫ്രണ്ട് വശം പാടാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും വേറെ അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കില്ല. പരിസരത്തുള്ളവരൊക്കെ വളരെ നല്ല മനുഷ്യരുമാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും ഒരു ഡോറ് തുറന്നിട്ടേക്കും. അപ്പം അതുകൊണ്ട് അതിന് ഞാൻ മറുപടി തന്ന കാരണം സാധാരണ ടൗണിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് അടച്ചിടൂല. അതുകൊണ്ടായിരിക്കും ചോദിച്ചത്. അവിടെ അന്നേരം സിനാരിയോ വേറെയാ. പറ്റൂല, അവിടെ അടച്ചിടാതെ പറ്റൂല. നമുക്ക് അങ്ങനെ ഇവിടെ ചുറ്റുവട്ടം മൊത്തം പരിചയക്കാരും പരസ്പരം സഹകരിച്ച് ജീവിക്കുന്നതുമാണ്. പിന്നെ കുഴപ്പമില്ല. കാരണം ഞാൻ ഇവിടെ ഹസ്ബൻഡൊക്കെ ജനിച്ച് വളർന്നത് ഇവിടെ തന്നെയല്ലേ. അപ്പം അന്ന് മുതലുള്ള ഒരു അടുത്ത വീട്ടിലൊരു അമ്മൂമ്മയാണ് ഇപ്പോൾ വയ്യാതെ കിടക്കണത്, സുഖമില്ലാതെ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ജനിച്ചു വളർന്നവർ തന്നെ ഈ പരിസരത്ത്, ഞങ്ങളുടെ പരിസരത്തുള്ളവർ. അപ്പോൾ പിന്നെ നമുക്ക് അവരുമായിട്ട് വളരെ ഇതായിട്ടുള്ളത് കൊണ്ട് നമുക്ക് വേറെ തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ബാക്ക് സൈഡിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും മതിൽ കെട്ടിയപ്പോൾ ഒരു കംപ്ലൈൻറ്റ് എന്നോട് ആ ബാക്ക് സൈഡിലുള്ള വീടുകളിൽ എൻ്റെ പ്രായത്തിലുള്ളവരും അതിൽ കൂടുതലുള്ളവരും പറയും, മോളെ ഒരു കാര്യം ചെയ്യണം കേട്ടോ, ഒരുപാട് പൊക്കി കെട്ടിക്കരുത് കേട്ടോ, കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റൂല. അവർക്ക് അവിടെ നിന്നും എനിക്ക് ഇവിടെ നിന്നും അവരെ കാണണം. അതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, 5 ഇഷ്ടികയേ ഉള്ളൂ പൊക്കം, ഒട്ടും പൊക്കം കൂടുതലില്ല, നമുക്ക് പരസ്പരം പഴയതുപോലെ തന്നെ നിന്ന് കാണാമെന്ന്. അപ്പം അവർക്ക് സന്തോഷം. എപ്പോഴും അവിടെ നിന്ന് കൈ കാണിക്കും, ഞാനും കാണിക്കും. അപ്പം അങ്ങനെ. അപ്പം അതുപോലെ തന്നെ ഒരു ദിവസം അതൊരു രസകരമായ അനുഭവമാണ്. ഒരു ദിവസം നമ്മുടെ ബാക്ക് സൈഡിൽ ലൈറ്റ് ഇട്ടില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയേക്ക് പറഞ്ഞു. ഇൻവേർട്ടറിൽ ഇതായതുകൊണ്ട് ബാക്കിൽ ലൈറ്റ് ഇട്ടില്ല. കിച്ചണിലും മറ്റിടത്തും ഒക്കെ ലൈറ്റ് കത്തുന്നുണ്ട്, ഫ്രണ്ടിലും കത്തുന്നുണ്ട്. ഉടനെ എന്നെ അടുത്ത വീട്ടിൽ ഷൈല വിളിച്ചു വെച്ച്, ചേച്ചി കറണ്ട് പോയത് കൊണ്ടാണോ അതോ എന്നാ പുറത്ത് ലൈറ്റ് കത്താത്ത, ബൾബ് പോയിട്ടാണോ എന്നാ കത്താത്ത? അപ്പം അവരുടെ ലൈൻ വേറെ ലൈനാണ്, ഞങ്ങളുടെ ലൈൻ വേറെയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, കറണ്ട് പോയത് കൊണ്ട് അങ്ങോട്ടുള്ളത് ഇടാത്തതാണ്, ഇൻവേർട്ടർ ഇതായതുകൊണ്ട് മഴക്കാലം അല്ലേ, അത് കാരണം അങ്ങോട്ട് ഇടാത്തതാട്ടോ. എന്നാന്നറിയാൻ ചോദിച്ചതാ. മറ്റേ അവിടെ എപ്പോഴും ബാക്കിലേക്ക് ടെറസ് മുകളിൽ ലൈറ്റ് കത്തി കിടക്കൂലേ. അപ്പം അങ്ങനെ ഞങ്ങൾ വളരെ ഇതായിട്ട് ഇതാന്ന് ഞാൻ പറഞ്ഞതാ.